Hello everyone, welcome to my YouTube channel. നമ്മൾ ടൈപ്പ് ചെയ്യുക snappan.com. എൻ്റർ അടിക്കുക. snappan.com എന്ന് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട തമ്പനൈൽ സൈസ് 1280 × 720 പിക്സലാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. യൂട്യൂബ് തമ്പനൈൽ 1280 പിക്സൽ × 720 പിക്സൽ. നമ്മൾ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഈ കാണുന്ന എല്ലാ ഫിഗറുകളും 1280 × 720 എന്നുള്ള പിക്സൽ സൈസിലാണ് ഉള്ളത്. നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു തമ്പനൈൽ ഫോർമാറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ തൽക്കാലത്തേക്ക് ഈ തമ്പനൈൽ ഞാൻ സെലക്ട് ചെയ്തു. ഇതിൽ നമ്മൾ എഡിറ്റിംഗ് ചെയ്താണ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ തമ്പനൈൽ റെഡിയാക്കി എടുക്കുന്നത്. ഇതിൽ നമുക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിലും തമ്പനൈൽ ഉണ്ടാക്കാം. നമ്മുടെ ലാംഗ്വേജായ മലയാളത്തിൽ നമുക്ക് തമ്പനൈൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായി ഈ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറാണ്. നമ്മൾ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. വൈറ്റ് കളറാണ് ഇപ്പം ആക്റ്റീവായി കിടക്കുന്നത്. അതിനെ നമുക്ക് ഒരു ബ്ലാക്ക് കളറിലേക്ക് മാറ്റാം. ഓക്കെ, ക്ലോസ്. നമുക്ക് ഈ ലെറ്റർ ബ്ലാക്ക് ആയതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. അതിനാൽ നമുക്ക് ലെറ്ററിനെ നമുക്ക് വൈറ്റ് കളറിലേക്ക് മാറ്റാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് നിങ്ങൾക്ക് ഇതിനെ ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഇതിനെ ലെറ്ററിനെ മാറ്റി ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. How to create ഓക്കെ. അതിനുശേഷം ഫോണ്ട് ചെറുതാക്കി എടുക്കാം. ഓക്കെ, സെലക്ട് ചെയ്ത് കളർ മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് എനിക്ക് തൽക്കാലം ആവശ്യമില്ല. ഞാനിതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരു യൂട്യൂബിൻ്റെ എംബ്ലം കൊടുക്കാം. എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് എടുക്കുക, സെലക്റ്റിൽ യൂട്യൂബ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. യൂട്യൂബിൽ നിന്ന് നമുക്ക് യൂട്യൂബിൻ്റെ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്തെടുക്കാം. ക്ലിക്ക് ചെയ്തെടുത്തിട്ട് എവിടെയാണ് വെക്കേണ്ടത് ഇവിടെ വെക്കുക. സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇത് വെച്ച് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് കളർ മാറ്റി കൊടുക്കുക. ഇതിന് നമ്മൾ റെഡ് കളർ കൊടുത്തുകൊണ്ട് ഇവിടെയുള്ള ഭാഗത്തിന് നമുക്ക് റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിതിൻ്റെ ഒരു മോഡൽ കാണിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇത് ഡെവലപ്പ് ചെയ്ത് ഇതിലും മനോഹരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് എനിക്ക് ഈ ഫോട്ടോ വേണ്ട. നിങ്ങളുടേതായ ഫോട്ടോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഗ്രാഫിക്സ് എടുക്കുക, അപ്ലോഡ്സ് ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ആൻ ഇമേജ്. നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ എവിടെയാണോ ഉള്ളത് അത് സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ആ ഫോട്ടോ നമുക്കിവിടെ കിട്ടി. അതിനുശേഷം ഫോട്ടോയുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഭാഗത്ത് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂവ് ലെയർ ബാക്ക് ക്ലിക്ക് മൂന്നാമത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ നമുക്ക് അടിയിലേക്ക് പോകുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് നമുക്കൊരു തമ്പനയില് പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചത്. നിങ്ങൾക്ക് ഇവിടെ ലെറ്റർ മാറ്റി മലയാളത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ മലയാളം ടൈപ്പിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടി ഇതിനെ മലയാളത്തിലേക്ക് മാറ്റിയെടുക്കാൻ പോവുകയാണ്. അതിനായി ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, അടിച്ചു കൊടുക്കുക മലയാളം. നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്ത് റെഡിയാക്കാൻ സാധിക്കും. ഈ രീതിയിൽ നമുക്ക് കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതിനുശേഷം ഗ്രാഫിക്സിലെ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിന്റെ എംബ്ലം ഇവിടെ കിട്ടുന്നതായിരിക്കും. അതിനെ സൈസ് ചെയ്ത് വെക്കുക. സൈസ് ചെയ്ത് വെച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ അവസാനമായി ഡൗൺലോഡിലേക്ക് പോവുക. അതിനുശേഷം നമുക്ക് യൂട്യൂബിൽ തംബ്നെയിലായിട്ട് ഇത് അപ്ലോഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. താങ്ക് യു.